ജോലിയെടുക്കുന്ന ജീവനക്കാരൻ എങ്ങനെ ശമ്പളം കൊടുക്കാതിരിക്കാം എന്നുള്ള കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് KSRTC. എനിക്ക് തോന്നുന്നു ശമ്പളം വൈകിപ്പിക്കുക സാങ്കേതിക കാരണങ്ങൾ. സാങ്കേതിക കാരണം എന്ന് പറയുന്നത് നമുക്ക് അജ്ഞാതമായിട്ടുള്ള ഡിജിറ്റൽ എന്ന് പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അത് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത ചില കാര്യങ്ങൾ. ഒന്നത്. 2, ശമ്പളം മുറിച്ച് നൽകുക, ഗഡുക്കളായി നൽകുക. പിന്നെ 3, ശമ്പളത്തിന് പകരം കൂപ്പൺ നൽകുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചില വലിയ ക്ലബ്ബിലൊക്കെ ചീട്ട് കളിക്കാൻ ചെല്ലുമ്പോൾ കാശിന് പകരം ടോക്കൺ നൽകുന്ന പോലെ ശമ്പളത്തിന് പകരം കൂപ്പൺ നൽകുക തുടങ്ങി ലോകത്തിന് മാതൃകയാക്കാവുന്ന ശമ്പളരഹിത സമൂഹത്തെ രൂപകൽപ്പനപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് KSRTC. എനിക്ക് തോന്നുന്നത് കേരള സർക്കാർ KSRTCയുടെ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് സാങ്കേതിക കാരണങ്ങളാൽ സർക്കാർ ജീവനക്കാർക്ക് പൈസ നൽകാതിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ മൂല കാരണം KSRTC തന്നെയാണ്. ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി വരുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ എങ്ങനെ ശമ്പളം നൽകാതിരിക്കാം എന്നുള്ളതിന് ലോകത്ത് എവിടെയെങ്കിലും പ്രബന്ധം അവതരിപ്പിക്കാനോ ഡോക്ടറേറ്റ് നേടാനോ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, PhD വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിനകത്ത് മനോഹരമായ ഒരു പാഠപുസ്തകമാണ് KSRTC. ഇവിടെ 16 ഡ്യൂട്ടി, അതായത് 16 ഫിസിക്കൽ ഡ്യൂട്ടികൾ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ശമ്പളം എഴുതാവൂ എന്നൊരു കാടൻ നിയമം. ഈ നിയമം കൊണ്ടുവന്നതും മിസ്റ്റർ ബിജു തച്ചരി പ്രഭാകരനാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിൽ ഡയറക്ടറായിട്ട് ഇരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തികൾ ചെയ്യുവാൻ ആ മഹാന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 16 ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ ആ മാസത്തെ ശമ്പളം എഴുതുകയുള്ളൂ. ആയിക്കോട്ടെ, ചെയ്ത ജോലിയുടെ ശമ്പളം എന്ന് കിട്ടും? നിലവിൽ ഏകദേശം 3 വർഷക്കാലമായി, ഈ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം 3 വർഷക്കാലമായി ഈ ശമ്പളം പിന്നീട് അരിയറായിട്ടോ സപ്ലിമെൻ്ററി ആയിട്ടോ നൽകും എന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെയായിട്ടും നൽകിയിട്ടില്ല. അതായത് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം പകുതിയിലധികം ജീവനക്കാരുടെ ഓരോ മാസത്തെയെങ്കിലും ശമ്പളം ഇത്തരത്തിൽ പിടിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. ആ ശമ്പളങ്ങളെല്ലാം ഈ അരിയറായിട്ട് നൽകേണ്ടത് ഗണത്തിലേക്ക് മാറ്റിയിടുകയും നാളെ ഇതുവരെയായി നൽകാതിരിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള രാത്രികാലങ്ങളിൽ KSRTCയുടെ ഓഫീസുകളിൽ ജോലിയെടുക്കുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള നൈറ്റ് അലവൻസ് ഏകദേശം 9 വർഷത്തോളമായി നൈറ്റ് അലവൻസ് നൽകാത്ത ലോകത്തിലെ ഏക സ്ഥാപനം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പെൻഷൻ പറ്റിപ്പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക്, അവശേഷിക്കുന്നവർക്ക് ഇതൊരു യുദ്ധം പോലെയാണ്. ഇവിടെ അവശേഷിക്കപ്പെടുന്നവർ 9 വർഷമായി ഈ പറയുന്ന നൈറ്റ് അലവൻസ് ഇല്ലാതെ ജോലിയെടുക്കുക. ഇവിടെ മാനേജ്മെൻറ്റുമായിട്ട് തൊഴിലാളികളുടെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംവദിക്കുവാനും ചർച്ച ചെയ്യുവാനും ബാർഗെയിൻ ചെയ്യുവാനുമായി ജീവനക്കാർ തന്നെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്ന 3 യൂണിയനുകളുണ്ട്. ഏതായാലും മാനേജ്മെൻറ്റ് നൽകുന്ന ശീതളവിയിൽ മയങ്ങിയിരുന്നു കൊണ്ട് മധുരപലഹാരങ്ങളും മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ചായയും കുടിച്ചുകൊണ്ട് ജീവനക്കാർക്ക് വിരുദ്ധമായി ഈ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം മാനേജ്മെൻറ്റിനൊപ്പം ചേരുക എന്നുള്ളതാണ് ഈ യൂണിയനുകൾ നടത്തിക്കൊണ്ട് പോരുന്ന ഒരു കലാപരിപാടി. ഏതായാലും ഒരു MLA അധ്യക്ഷനായിട്ടുള്ള ഒരു സംഘടന 16 ഡ്യൂട്ടിക്ക് പോരാ എന്നും ഈ 16 ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം എഴുതുക, ബാക്കിയുള്ളവരുടെ ശമ്പളം അരിയറായിട്ടേ നൽകൂ എന്നുള്ള ഈ കാടൻ നിയമം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുത്തതായിട്ട് അറിയുന്നു. സാധാരണ KSRTCയിൽ കത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പ് പോലെയാണ്. കാരണം എന്തോ ഒരു അപായ സൂചന നടക്കുന്നുണ്ട്, അതായത് എന്തോ നടക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ മാത്രമാണ് ഇത്തരം പുണ്യാളന്മാർ കത്ത് കൊടുക്കുകയും അവസാനം ഇത് നടപ്പിലാക്കി കഴിയുമ്പോൾ അയ്യോ ഞങ്ങളുടെ നേതാവ് കത്ത് കൊടുത്തത് കൊണ്ടാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് വീമ്പിളക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇത്തരം നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ കുറേ കത്തുകൾ ഞാൻ വിഷയങ്ങൾ പറയാം, അതൊക്കെ നേരത്തെ എഴുതി കൊടുക്കുവാണെങ്കിൽ ഇതെല്ലാം സമയത്തിന് നടന്നേനെ എന്നുള്ളതാണ്. 16 ഡ്യൂട്ടിയുടെ ശമ്പളം അരിയറായി പിടിച്ചുകൊണ്ട് ജീവനക്കാർക്ക് നൽകാതെ ഇരിക്കുന്ന ഈ കാടൻ നിയമം KSRTC എന്ന് പറയുന്ന സ്ഥാപനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മറ്റ് മേഖലകളിലേക്കും കടന്നു കയറുവാൻ വേണ്ടി സർക്കാർ ഒരു പരീക്ഷണമായി നിർത്തിയിരിക്കുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ വെൽഫെയർ അസോസിയേഷൻ നേരത്തെ തന്നെ സമർപ്പിച്ചിട്ടും ഈ മനുഷ്യത്വം മരവിച്ച KSRTCയുടെ മാനേജ്മെൻറ്റ് ഇതിനോട് തൊട്ടു നോക്കിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെതിരെ നിയമപരമായ നടപടികൾക്കായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കാര്യം 16 ഡ്യൂട്ടി ഫിസിക്കൽ ഡ്യൂട്ടി ചെയ്തവർക്ക് മാത്രമേ ശമ്പളം എഴുതുകയുള്ളൂ എന്ന ഈ കാടത്തമുള്ള നിയമം KSRTCയിൽ നിലനിൽക്കുന്നുവെന്ന് പൊതുസമൂഹത്തെ അറിയിക്കുവാനും ഇത് അംഗീകൃതരുടെ അറിവോടുകൂടിയാണ് എന്ന് KSRTCയിലെ സഹപ്രവർത്തകരെ ബോധിപ്പിക്കുവാനുമാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. Thank you.